എനിക്ക് വരട്ടെ. എന്നാലും എന്റെ കൊച്ചിന് ഇങ്ങനെ വന്നല്ലോ. ഡോക്ടർ ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. പാവം, ഇതൊന്നും കഴിച്ചിട്ട് കൂടി ഉണ്ടായില്ല. ബോധം ഇതുവരെ വീണിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ടെസ്റ്റ് ചെയ്താം. അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വാ. എന്താ പറ്റിയേക്കണെന്ന് അപ്പറിയാലോ. ശരി ഡോക്ടർ. ഇനി പിള്ളേരൊക്കെ നോക്കിക്കോ, ഞാൻ പോയിട്ട് ബില്ലൊക്കെ അടിച്ചിട്ട് വരാം. ശരി ചേട്ടാ, അങ്ങനെ ആവട്ടെ. മാളു, നീ വിഷമിക്കണ്ട, അവൾക്കൊന്നും ഉണ്ടാവില്ല. അവളെന്താ കണ്ണു തുറക്കാത്തെ? എത്ര നേരമായി? പാറു, കണ്ണു തുറക്ക് പാറു. ആ മക്കളെ, നമുക്ക് പുറത്തോട്ട് നിൽക്കാം. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങിനൊക്കെ ആള് വരും. അതെന്തിനാണ് അതൊക്കെ ചെയ്യുന്നേ? പേടിക്കണ്ട ഒന്നുമില്ല കേട്ടോ. അതൊക്കെ ചെയ്താലേ ഇവിടെ എണീപ്പിക്കാൻ പറ്റുള്ളൂ. വാ നമുക്ക് പുറത്തോട്ട് നിൽക്കാം. ഞാൻ റിസൾട്ടൊക്കെ കണ്ടു, എല്ലാം നോർമലാ, ഒരു കുഴപ്പമില്ല. പക്ഷേ കുട്ടി ഇതുവരെ എണീറ്റില്ലല്ലോ. എന്താന്ന് വെച്ചാൽ നോക്കാം. നേഴ്സ് പോയിട്ട് പേരൻസിനെ വിളിച്ചിട്ട്. ശരി ഡോക്ടർ. ഡോക്ടർ, എന്താ പറ്റിയ അവൾക്ക്? നിങ്ങൾ പേടിക്കുന്ന പോലെ ഒരു വിഷയവും കുട്ടിക്കില്ല. കുട്ടി ഒന്ന് പേടിച്ചതാണ്. പേടിച്ചതിന്റെ ബോധം പോയ കുഴപ്പം മാത്രമേ കുട്ടിക്കുള്ളൂ. ആണോ ഡോക്ടർ? എന്നിട്ടെന്താ അവൾ എണീക്കാതെ? അത് കുറച്ച് വെള്ളം തളിച്ചാൽ മതി, അവൾ എണീറ്റ് പോരും. ഡോക്ടർ, വളരെ നന്ദിയുണ്ട്. ഒരുപാട് ടെൻഷനായി പോയി. നിങ്ങൾ പേടിക്കണ്ട, വേണമെങ്കിൽ ഒരു ദിവസം ഒബ്സർവേഷനിൽ ഇടാം. ശരി ഡോക്ടർ, താങ്ക് യു. എന്തിനെ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് ഇപ്പൊ ശരിയാക്കി തരാം. ശരി ചേട്ടാ. അയ്യോ മഴ. ദേ അവൾ മിണ്ടുന്നു. പാറു, എണീക്ക്. എണീറ്റ് പാറു. പാറു, എണീറ്റ്. പാറോ, എനിക്ക് പാറക്കുട്ടി. ദേ ചേട്ടാ, കൊച്ചി കണ്ണു തുറന്നു. പാറു, അച്ഛാ മഴ പെയ്തച്ചാ. മഴയല്ലടാ, അച്ഛൻ വെള്ളം ഒഴിച്ചതാ. എന്തിനാ അച്ഛാ വെള്ളം ഒഴിച്ചേ? എന്നെ എണീപ്പിക്കാൻ. എന്നെ എണീപ്പിക്കാനോ? നമ്മൾ എവിടെയാ അച്ഛാ ഇപ്പൊ? നമ്മളെ ഹോസ്പിറ്റലിലാ. അതെന്നാ പറ്റി? അതെ മോനെ, മരത്തിന് വീണ് അങ്ങനെ മോന്റെ ബോധം പോയി. അതുകൊണ്ടേ നമ്മളിവിടെ വന്നതാ. അയ്യോ, നമുക്ക് വീട്ടിൽ പോവാ. ഇവിടെ കുത്തിവെക്കോ. തന്റെ കിട്ടലോടി ഇവർക്ക്. ചേച്ചി അങ്ങനെ വിളിക്കങ്ങോട്ട്.